So, dear students, today we are going to see some of the previous university questions. June 2023 ചോദിച്ച കുറച്ച് questions ആണ് നമ്മൾ നോക്കുന്നത്. Determine the inverse is a transform of x of z equal to 0.5 z divided by z minus 1 into z minus 0.5. So, inverse is a transform ന്റെ കേസിൽ നമുക്കറിയാം നമ്മൾ partial fraction expansion method ആണ് മിക്കവാറും തന്നെ യൂസ് ചെയ്യുന്നത്. So, ഇവിടെ നമുക്ക് അതേ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാം. So, our question x of z equal to 0.5 z divided by z minus 1 into z minus 0.5. So, ഇങ്ങനെയുള്ള കേസിൽ you all know that we will first put it as inverse z transform കണ്ടുപിടിക്കാനായിട്ട് x of z by z എന്നുള്ള ഫോമിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നു. So, z ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡിനോമിനേറ്ററിലേക്ക് പോകുമ്പോൾ so the right hand side will become 0.5 divided by z minus 1 into z minus 0.5. So that is equal to a by z minus 1 plus b by z minus 0.5. So a യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കൂടെ we have to multiply it by the denominator of z a അല്ലെ a denominator വെച്ച് multiply z minus 1 വെച്ച് multiply ചെയ്യുന്നു. So this z minus 1 and z minus 1 will cancel out and put z equal to 1 അല്ലെ z minus 1 equal to 0 and put z equal to 1. So remain ചെയ്യുന്ന 0.5 divided by 1 minus 0.5 ആണ്. So z minus 0.5 ആണ് മിച്ചമുള്ളത്. അതിനകത്ത് z നെ 1 കൊടുത്തു കഴിഞ്ഞാൽ 0.5 by 1 minus 0.5. So 0.5 divided by 0.5 which is equal to 1. Similarly b യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. So left hand side ന്റെ കൂടെ എന്ത് ചെയ്യുന്നു? So we are multiplying it with the denominator of b. b യുടെ denominator എന്ന് പറയുമ്പോൾ z minus 0.5. So this z minus 0.5 and z minus get cancel out ചെയ്യുന്നു. Then put z minus 0.5 equal to 0 എന്ന് പറയുമ്പോൾ z equal to 0.5. 0.5 by 0.5 minus 1. That is 0.5 divided by minus 0.5 which is equal to minus 1. Okay. So b യുടെ value minus 1 എന്ന് നമുക്ക് കിട്ടുന്നു. Then we put x of z by z equal to a യുടെ value 1 ആണ്, b യുടെ value minus 1 ആണ്. Okay. So നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. So ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ z ഈ ഡിനോമിനേറ്ററിലുള്ള z നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു അപ്പോൾ നമുക്ക് എക്സ് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്ന് കിട്ടുന്നു അല്ലെ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 മൈനസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ന്റെ ഇൻവേഴ്സ് നമുക്കറിയാം. ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ന്റെ ഇൻവേഴ്സ് എന്നുള്ളത് എന്താണ്? യു ഓഫ് എൻ ആണ് അല്ലെ യു ഓഫ് എൻ ആണോ? ഇസഡ് ബൈ ഇസഡ് മൈനസ് എ യുടെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ റേസ് ടു എൻ യു ഓഫ് എൻ. സോ ദ സെക്കൻഡ് ടൈം 0.5. So a എന്ന് പറയുന്നത് 0.5 അല്ലേ 0.5 raised to n into u of n. This is the inverse z transform. അതൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ actually we have to put this one as എന്താണ് this is equal to x of n. x of n equal to u of n minus so ഇതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് inverse taking inverse okay taking inverse. So we are moving on to the next question, that is x of z equal to z by z square minus z plus 1. So find the inverse z transform. So നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ x of z by z എന്ന് എഴുതാം. x of z this z goes to here. So നമുക്ക് x of z by z എന്ന് എഴുതിയാലേ ഉള്ളൂ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷന്റെ ഒരു ഫൈനൽ ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കിട്ടുന്നുള്ളൂ. സോ നമ്മൾ ഇനീഷ്യലി നമുക്കറിയാം ഈ ഇസഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന കേസിൽ മാത്രം ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന കേസിൽ നമ്മൾ ഇനീഷ്യലി അതിനെ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് എന്ന് എഴുതുന്നു. വേറെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിലോ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിലോ ഒന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന കേസിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ. സോ എക്സ് ഓഫ് ഇസഡ് ബൈ ഇസഡ് 1 by z സ്ക്വയർ മൈനസ് z പ്ലസ് നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് അപ്പോൾ ഡിനോമിനേറ്റർ z സ്ക്വയർ മൈനസ് z പ്ലസ് 1 അല്ലേ ഇതിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നത്. സോ ഞാനിവിടെ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ആ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് 1/2 പ്ലസ് ഓർ മൈനസ് j റൂട്ട് 3/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിന്റെ സഹായത്താൽ റൂട്ട്സ് കണ്ടുപിടിക്കാം. സോ നിങ്ങൾ നോക്കുക എങ്ങനെയായാലും ദിസ് ആൻസർ വിൽ ബി നിങ്ങൾ കാൽക്കുലേറ്റർ വേണം നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ആൻസർ എന്നുള്ളത് ഇങ്ങനെ കിട്ടണം 0.5 1/2 അല്ലെങ്കിൽ 0.5 പ്ലസ് ഓർ മൈനസ് j root 3/2.
സോ ദിസ് √3/2 എന്നുള്ള ഫോമിൽ കിട്ടിയാലാണ് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ട് ഈ ഫോമിൽ തന്നെ കിട്ടുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. സോ നിങ്ങൾ നോക്കുക, ഇവിടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 0.5 പ്ലസ് ജെ √3/2 എന്നും 0.5 മൈനസ് ജെ √3/2. അപ്പോൾ ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ്. അപ്പം z² മൈനസ് z പ്ലസ് 1 എന്നുള്ള ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് z മൈനസ് എ z മൈനസ് ബി അല്ലെ. z മൈനസ് ഫസ്റ്റ് റൂട്ട് എന്താണ്, this 1/2 പ്ലസ് ജെ √3/2 ഇൻറ്റു z മൈനസ് സെക്കൻഡ് റൂട്ട് എന്താണ് 1/2 മൈനസ് ജെ √3/2. അതായത് നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടുവാണ്. സോ x1 ഈക്വൽ ടു എ എന്നും x2 ഈക്വൽ ടു ബി എന്നും നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതും, x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി എന്നാണ്. അപ്പൊ നമ്മൾ കാൽക്കുലേറ്ററിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എയും ബിയും ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ഈക്വൽ ടു ബി എന്നാണെങ്കിൽ നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് x മൈനസ് എ ഇൻറ്റു x മൈനസ് ബി എന്ന് എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് ഓർഡറിലേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക എന്നുള്ളത്. സോ അത് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്ന ആ റൂട്ടിനെ നിങ്ങൾ ഈ ഫോർമാറ്റിൽ എഴുതണം, z മൈനസ് എ z മൈനസ് ബി. ഓക്കെ, സോ വി ആർ ഇൻ ഫാക്ട് ഡിനോമിനേറ്റർ ആണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്തത്, ഡിനോമിനേറ്ററിനെയാണ് ഫാക്ടറൈസ് ചെയ്തത്. സോ x ഓഫ് z ബൈ z, ദാറ്റ് ഇസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എടുക്കുന്നു. സോ ഡിനോമിനേറ്റർ ഈസ് നൗ z minus 1/2 plus j √3/2, z minus 1/2 minus j √3/2. Okay. Now, ഇതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണെങ്കിൽ അതിനെ ഈ ഫോമിൽ എഴുതാം, c by first factor c conjugate divided by second factor. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ a by b, a by something പ്ലസ് ബി ബൈ എന്നാണ് എഴുതിയത്. പക്ഷെ ഇത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയതുകൊണ്ട് സി ബൈ ഫസ്റ്റ് ഫാക്ടർ പ്ലസ് സി കോൺജുഗേറ്റ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഫാക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതും. ഇനി നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ എയുടെ വാല്യൂ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് സിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സോ വി വിൽ പുട്ട് സിയുടെ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് വി വിൽ പുട്ട് z ഈക്വൽ ടു 1/2 plus j √3/2. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നോക്കുക. അതായത് എന്താണ്, ഇതാണല്ലോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് വരുന്നത്. ഇവിടെ സിയുടെ ഡിനോമിനേറ്റർ ആയിരുന്നു ഈ ടേം ആണ്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഈ ടേം നാച്ചുറലി ഇവിടുന്ന് ക്യാൻസൽ ഔട്ട് ആയി പോകും. എന്നിട്ട് എന്ത് ചെയ്യും, z ഈക്വൽ ടു ദിസ് ടേം, z ഈക്വൽ ടു 1/2 plus j √3/2 എന്ന് ബാക്കി റിമൈൻ ചെയ്യുന്ന ടേമിലേക്ക് z ഈക്വൽ ടു 1/2 plus j √3/2. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് റിമൈൻ ചെയ്യുന്നത് 1 by ഈ ടേം ആണ്, z മൈനസ് 1/2 മൈനസ് j √3/2 ആൻഡ് പുട്ട് z ഈക്വൽ ടു 1/2 plus j √3/2. നമ്മൾ നേരത്തെ പാർഷ്യൽ ഫ്രാക്ഷന്റെ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചത് അങ്ങനെയാണ്, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ എ ബി എന്ന് പറയുന്നത് സിമ്പിൾ അല്ല, അതൊരു കോംപ്ലക്സ് വാല്യൂസ് ആണ്. അപ്പൊ അതേ മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം സിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഇസഡിന് നമ്മൾ ഈ വാല്യൂ ഇവിടെ കൊടുക്കണം. ഇസഡ് വിൽ ബി റീപ്ലേസ്ഡ് ബൈ ദിസ് ടേം. ഓക്കെ, സോ ഇസഡിന് പകരം ഞാൻ 1/2 പ്ലസ് ജെ √3/2 എന്ന് ഇടുകയാണ്, മൈനസ് ഈ റിമൈൻ ചെയ്യുന്ന ബാക്കി ഭാഗം 1/2 പ്ലസ്, സോ ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്, മൈനസ് ഇൻറ്റു മൈനസ് ദാറ്റ് വിൽ ബിക്കം പ്ലസ്. സോ വി ക്യാൻ സീ ദിസ് പ്ലസ് 1/2 ആൻഡ് മൈനസ് 1/2 ക്യാൻസൽ ഔട്ട് ആണ്. 1 by j √3/2 plus j √3, that is 2 times j √3/2, 2 times j √3/2. We 2 and 2 cancel out. So what? 1 by j into √3, 1 by j √3. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി j കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ j ഡിനോമിനേറ്റർ കിടക്കുന്നതിന് പകരം j ന്യൂമറേറ്ററിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പോൾ j into j j സ്ക്വയർ ആയി. So denominator j into j വരുമല്ലോ, അപ്പോൾ അത് j സ്ക്വയർ ആയി. j സ്ക്വയർ മൈനസ് 1 ആണ്. സോ ദിസ് മൈനസ് j into 1, ന്യൂമറേറ്റർ j into 1 j അല്ല, മൈനസ് j by √3 എന്നുള്ള രീതിയിലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ആ ഒരു കോഎഫിഷ്യന്റ് c കോൺജുഗേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിയതിന്റെ കോൺജുഗേറ്റ് ആയിരിക്കും അത്. അപ്പോൾ മൈനസ് j by √3 ആണ് ഇപ്പൊ കിട്ടിയതെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്നുള്ളത് പ്ലസ് j by
റൂട്ട് 3 ആയിരിക്കും സി കോൺജുഗേറ്റ്. അപ്പോൾ സി കോൺജുഗേറ്റ് നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ റൂട്ട്സ് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കുന്നത് പോലെ തന്നെ ഈ എയും ബിയും അല്ലെങ്കിൽ ഈ കോഎഫിഷ്യൻസ് സിയും സി കോൺജുഗേറ്റും എന്ന് നമ്മൾ ഇടുന്നു. സിയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ആ കിട്ടുന്ന കോംപ്ലക്സ് വാല്യൂവിന്റെ ജസ്റ്റ് കോൺജുഗേറ്റ് ആണ് നമ്മൾ സി കോൺജുഗേറ്റ് ആയിട്ട്. സോ നമ്മുടെ x of z by z എന്നുള്ള എന്തായി? സിയുടെ വാല്യൂ that is minus j by root 3 plus c conjugate j by root 3 z by 1 by 2 plus j root 3 by 2 z minus 1 by 2 plus j root 3 by 2. സോ ഇനി ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ എവിടെയും ചെയ്യുന്നത്. z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ z goes to here. സോ നമ്മുടെ ഈ കോഎഫിഷ്യന്റ് നമ്മൾ പുറത്ത് ഇങ്ങനെ മാറ്റി j by j ന്യൂമറേറ്റർ j by minus j by root 3 z by z minus a plus j by root 3 z by z minus a എന്നായി. അപ്പോൾ z by z minus a എന്ന് പറഞ്ഞാൽ എന്താണ്? that is a raised to n u of n അല്ലേ? സോ നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ minus j by root 3 a raised to n, that is 1 by 2 plus j root 3 by 2 raised to n u of n plus j by root 3 1 by 2 minus j root 3 by 2 raised to n u of n. ഓക്കെ, ഇനി നമുക്ക് ഇത് ഏറെക്കുറെ ഇതുകൊണ്ട് ആൻസർ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറെക്കുറെ ഇവിടം വരെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ഒരു 80% 90% മാർക്ക് കിട്ടും. പക്ഷെ ഇതിനകത്ത് കുറച്ച് സിംപ്ലിഫിക്കേഷൻസ് പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. സോ ഹിയർ ഈ ആൻസർ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? സോ നമുക്ക് cos 60 എന്ന് പറഞ്ഞാൽ 1 by 2 ആണ്, sin 60 എന്ന് പറഞ്ഞാൽ root 3 by 2 ആണ്. സോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ x of n നെ അതുകൊണ്ട് തന്നെ ഈ root 3 1 by 2 എന്നുള്ളതിനെ cos 60, അതായത് cos pi by 3 എന്നും, pi എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 180 ആണ്, 180 by 3 60, ഓക്കെ, പ്ലസ് j sin pi by 3 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ root 3 by 2 എന്നുള്ളത് sin 60 ആണ്. സോ ദാറ്റ് ഈസ് sin pi. അപ്പോൾ ഈ ഒരു ടേമിനെ, ഈ രണ്ട് ടേംസിനെ നമ്മൾ എഴുതാം cos 1 by 2 cos pi by 3 minus j sin pi by 3 whole raised to n. ബാക്കി ടേംസ് ഒന്നും നമ്മൾ മാറ്റരുത്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഇടുക. ഓൺലി ഈ 1 by 2 will become cos pi by 3, root 3 by 2 will become sin pi by 3. അപ്പോൾ ഈ രണ്ട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ് നമ്മളുടെ ഐഡന്റിറ്റീസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ട്രിഗണോമെട്രിക് ആ ഒരു റൂൾസ് ആണ്, റിസൾട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അങ്ങനെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം cos theta plus j sin theta എന്നുള്ള ഫോമായി. cos theta plus j sin theta. അപ്പൊ എന്താണ് ഈ cos theta plus j sin theta? നമുക്കറിയാം cos theta plus j sin theta എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, that is e raised to j theta. ഇനി cos theta minus എന്ന് പറയുമ്പോൾ എന്താണ്? e raised to minus j theta. സോ ഈ ഫസ്റ്റ് ടു ടേംസ് എന്നുള്ളത് നിങ്ങൾ നോക്കാം, cos theta plus j sin theta എന്നാൽ നമുക്ക് e raised to j theta എന്ന് എഴുതാം. e raised to j theta, theta is pi by 3 here. ഓക്കെ, രണ്ടാമത്തെ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ ടേമിനെ നോക്കാം, ഇവിടെ cos theta minus j sin theta, അതായത് e raised to minus j theta, e raised to minus j. അപ്പോൾ നമ്മളിതൊരു ആൻസർ, ഒരു സിംപ്ലിഫൈഡ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റേജിൽ തന്നെ ആൻസർ നമുക്ക് കിട്ടി, പക്ഷെ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, this will become, interestingly, this is e raised to j pi by 3 whole raised to n. e raised to j pi by 3 whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? e raised to j pi by 3 into n അല്ലേ? ഇവിടെയോ e raised to j minus j pi by 3 whole raised to n, minus j pi by 3 into n. അപ്പോൾ ഇവിടെ j by root 3 രണ്ടിടത്തൊരു കോമൺ ആയിട്ടുണ്ട്, u of n കോമൺ ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇത് പുറത്തെടുക്കുക, minus j by root 3 പുറത്തെടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടൈം എന്നുള്ളത് e raised to j pi by 3 n എന്നാണ്, മൈനസ് j pi by 3 ആണ് പുറത്ത്. ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ വരും അല്ലേ? മൈനസ് e raised to j pi by 3 n into u of n. Okay, into u of n. So അതിനുശേഷം നിങ്ങൾ നോക്കാം, നമുക്ക് ഈ മുമ്പിൽ ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ടേം മൈനസ് j pi by 3 എന്നുള്ളതിന് ഒരു ചെറിയ ഒരു സിംപ്ലിഫിക്കേഷൻ വീണ്ടും ഞാൻ ചെയ്യുകയാണ്. മൈനസ് j മൈനസ് 1 എന്ന് പറഞ്ഞാൽ j സ്ക്വയർ ആണ് അല്ല? j സ്ക്വയർ ആ jയും jയും ക്യാൻസൽ ഔട്ട് ആവുന്നു. ഇൻഫാക്ട് മൈനസ് 1 ഗോസ് ഇൻ ഡിനോമിനേറ്ററിലാണ് ഞാൻ j സ്ക്വയർ ഇടുന്നത്. മൈനസ് 1 നമുക്ക് ഡിനോമിനേറ്ററിൽ ഇടാമല്ലോ. സോ മൈനസ് 1 ഇൻ ദ ഡിനോമിനേറ്റർ, അത് j സ്ക്വയർ ആണ്, jയും jയും ക്യാൻസൽ 1 by j root 3. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ന്യൂമറേറ്ററിൽ ഒരു 2ഉം ഡിനോമിനേറ്ററിൽ ഒരു 2ഉം കൂടെ ഞാൻ ഇടുകയാണ്.
അതുകൊണ്ട് വാല്യൂന് വ്യത്യാസമില്ലല്ലോ. അപ്പോൾ 2/√3 into 2j, ഡിനോമിനേറ്റർ 2j വരുന്നു. ഓക്കെ, അപ്പോൾ ഈ -a/√3ക്ക് പകരം 2/√3, പിന്നെ അവിടെ വന്ന് 2j എന്നുള്ളത് നേരെ ഈ ടേമിന്റെ ഡിനോമിനേറ്ററിലേക്ക് ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെന്ത് വരും? e⁻j⁻θ minus e⁻j⁻θ divided by 2j എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് sin θ ആണ്, sin θ. So 2/√3 sin of π/3n into u of n എന്ന് കിട്ടുന്നു. ഇതാണ് ഇതിന്റെ സിംപ്ലിഫൈഡ് റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ ഈ സിംപ്ലിഫൈഡ് റിസൾട്ടിലേക്ക് എത്തുക എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷേ ഈ ഇവിടം വരെ എത്തുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് ടാസ്ക്, അത് ഈസിയാണ്. സോ ഇതിന്റെ ഫസ്റ്റ് മെയിൻ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം if possible you can find the simplified answer. That's the inverse Z transform.